കാതർഭായ് വെറും 1000 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ 4555 സ്ക്വയർ ഫീറ്റിന്റെ ഇമ്മാതിരി സ്പേഷ്യസ് ആയിട്ടുള്ള അടിപൊളി വീട്. ഇതൊന്നും കൂടാണ്ട് ഈ 1000 രൂപയ്ക്ക് തന്നെ തട്ടിപ്പ് തട്ടിപ്പ് തട്ടിപ്പ്. കേരളത്തിലെ ജനങ്ങളെ ഓരോ ദിവസം കൂടുന്തോറും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പാണ്ടിക്കാട് കുഞ്ഞൻ്റെ നേതൃത്വത്തിൽ നടന്ന നറുക്കെടുപ്പ് പരിപാടിയിൽ കേരളത്തിലെ ജനങ്ങൾ ലൈവായിട്ട് കണ്ടതാണ്. കേരളത്തിലെ ജനങ്ങൾ പറ്റിക്കപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ. ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയുമായിട്ട് വരാനുള്ളൊരു കാരണം, ഈ ജൂൺ 25-ാം തീയതി ഖാദർ കരിപ്പൊടിയുടെ നറുക്കെടുപ്പ് പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാണ്ടിക്കാട് കുഞ്ഞൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഖാദർ കരിപ്പൊടി ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. പാണ്ടിക്കാട് കുഞ്ഞനും നാസറും ഇതിലെ വിജയിയായിട്ടുള്ള സാപ്പിയും അടങ്ങുന്ന സംഘത്തിന്റെ ഈ ലക്കി ഡ്രോ തട്ടിപ്പാണോ എന്ന് ചോദിച്ചാൽ പോലും അതൊരു വലിയ കോമഡി ആയി പോകും. 100% ഉഡായിപ്പാണ്. പാവപ്പെട്ട അത് കറക്റ്റാണ്. ഖാദർ കരിപ്പൊടി പറഞ്ഞത് കറക്റ്റ് പോയിന്റാണ്. പാണ്ടിക്കാട് കുഞ്ഞൻ്റെ നറുക്കെടുപ്പ് പരിപാടിയിൽ 100% ഫ്രോഡ് നടന്നിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ ഒരു വീഡിയോസുമായിട്ട് ഖാദർ കരിപ്പൊടി വരാനുള്ളൊരു കാരണം, ഖാദർ കരിപ്പൊടിയുടെ നറുക്കെടുപ്പ് പരിപാടിയിൽ 20,000 ടോക്കണാണ് പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ ജൂൺ 2-ാം തീയതി വരെ 11,000 ടിക്കറ്റാണ് സെയിലായത്. ബാക്കി 9,000 ടിക്കറ്റും കൂടെ ഈ ജൂൺ 25-ാം തീയതിക്കുള്ളിൽ സെയിൽ ചെയ്ത് തീർക്കണം. അപ്പോൾ ഖാദർ കരിപ്പൊടി ഇതുപോലുള്ള ന്യായീകരണങ്ങളുമായിട്ട് വരുന്നതിൽ യാതൊരു സംശയവുമില്ല. നല്ലതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളും ഇതുപോലുള്ള നറുക്കെടുപ്പ് പരിപാടികളും നടത്തി മുന്നോട്ട് പോകുന്ന വ്യക്തികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. ഇന്നലെ നടന്ന ഒരു നറുക്കെടുപ്പ് പരിപാടി കണ്ടതിന് ശേഷം നമുക്ക് ഈ ഒരു വിഷയത്തിൻ്റെ ബാക്കിയുള്ള കാര്യം ചർച്ച ചെയ്യാം. അപ്പം നമ്മളെന്തായാലും വേണ്ട ഇത്രയും ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ട് എന്തായാലും അതിനകത്ത് ഒരു കളത്തരങ്ങളോ കാര്യങ്ങളോ നടക്കാൻ ഒരു ചാൻസും ഇല്ല. കൊച്ചിന്റെ കയ്യിൽ നോക്കിക്കഴിഞ്ഞു. നാളെ പോലെ നമ്മൾ കൊച്ചിന്റെ ആടെ മോന്റെ കയ്യിൽ നമ്മളൊന്നും ഒട്ടിച്ചിട്ടില്ല കേട്ടോ. എടുക്കട്ടെ. ഇങ്ങോട്ടൊന്നില്ലേ വാ. ആണ്ടേ നമ്മള് മെമ്പറും വാ. അല്ല അത് ഓപ്പൺ ആകുക. കണ്ടല്ലോ എല്ലാവരും. ഒന്നാം സമ്മാനമാണ്. നോക്കിയോ, കൂപ്പൺ തുറന്നു. ആരാണ്? ജാഫർ വയ്യനാട്, മണിയമ്മ വയനാട്. ജാഫർ ആണ്ടെ എല്ലാവർക്കും നോക്കാം. വ്യക്തമായിട്ട് നമ്മളിത് കാണിക്കുന്നുണ്ട്. പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ആ നറുക്കെടുപ്പിലൂടെ ഇതുപോലുള്ള നല്ല വ്യക്തികളും കൂടെ ചീത്തപ്പേര് കേൾപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഈ നറുക്കെടുപ്പ് പരിപാടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഖാദർ കരിപ്പൊടിയുടെ നറുക്കെടുപ്പ് പരിപാടി ഫ്രോഡ് പരിപാടിയാണെന്നൊന്നും ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കീമാടുള്ള ക്യാൻസർ രോഗിയായ ഇസ്മായിൽ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയാണ് ഖാദറിൻ്റെ നേതൃത്വത്തിൽ ഈ നറുക്കെടുപ്പ് പരിപാടി വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒരു കൂപ്പൺ എടുത്ത് ഈ ഒരു വ്യക്തിയെ സഹായിക്കണം എന്ന് തന്നെയാണ്. പക്ഷേ ഇത് സുതാര്യമായിട്ടാണ് പോകുന്നതെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഖാദർ കരിപ്പൊടിയുടെ ആവശ്യമാണ്. ഖാദർ കരിപ്പൊടിയോട് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, നിങ്ങൾ ഈ നറുക്കെടുപ്പ് കാസർഗോഡ് ജില്ലയിൽ 4 ആൾ കൂടുന്നിടത്ത് നടത്താൻ തയ്യാറാണ്. പിന്നെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ നടത്തുന്ന നറുക്കെടുപ്പിലേക്ക് വന്നിട്ട് നറുക്കെടുപ്പിൻ്റെ A to Z കാര്യങ്ങൾ അന്വേഷിക്കാൻ എന്നെപ്പോലുള്ള യൂട്യൂബർമാർക്ക് അവസരം നിങ്ങൾ നൽകുക എന്നുള്ളതാണ്. ഖാദർ കരിപ്പൊടി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിനുള്ള മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കാം.